ആദ്യം തുടങ്ങി എനിക്ക് അതിജീവനം എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മെസ്സേജുകൾ നമ്മൾ റൂമിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ നമ്മൾ അതിനകത്തോട്ട് പോയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ മാനസികമായിട്ടൊരു വിഷമം തോന്നിയായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു നേതാവൊക്കെ ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു ബിഹേവിയർ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം തോന്നിയായിരുന്നു. ആക്ച്വലി പറഞ്ഞത് ഞാനങ്ങനെ പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മൾ പരാതിയായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഹു കെയേഴ്സ്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വേർഡ്സ് ഇങ്ങനെ ഈ രീതിയിലേക്ക് ഒരാളെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നോ, അതിങ്ങനെയായി മാറുന്നോ, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊന്നും. നേരിട്ട് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഭീഷണി മുഴക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ആരോപിക്കപ്പെടുന്ന പാർട്ടിയാണെങ്കിലും മറ്റേ പാർട്ടിയാണെങ്കിലും എല്ലാവരും നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സത്യം അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കറിയാം നമ്മൾ പറയുന്നത് സത്യമാണെന്നുള്ളത്. ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ സത്യം പറഞ്ഞ ഈ കോൺട്രവേഴ്സി സ്റ്റോപ്പ് ചെയ്യണം. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഞാനതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറയും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അവളുടെ ക്ലോസ്ഡ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ ഒരു ശതമാനം പോലും പ്രശ്നങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്നില്ല എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ അനുഭവിക്കുന്ന വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർ ഒന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ടു ബി വെരി ഫ്രാങ്ക്, വെരി ഓണസ്റ്റ്. അപ്പോൾ ഈ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തലയും വാലും അറിയാതെ എന്താണ് സംഭവം എന്നറിയാതെ ഒക്കെ നെഗറ്റീവായിട്ട് അങ്ങ് പറയുന്ന ഒരു അവസ്ഥയാണ്. നെഗറ്റീവും പോസിറ്റീവും അറ്റ്ലീസ്റ്റ് പറയാതിരിക്കാം എന്നുള്ളതാണ്. ഞാൻ ആ പെൺകുട്ടികളൊക്കെ എൻ്റെ സഹോദരിയായിട്ടാണ് കാണുന്നത്. എൻ്റെ സ്വന്തം സഹോദരി, എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് എൻ്റെ കൂടെ പിറപ്പുകളെന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെ സ്ത്രീകളാവണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആവണം. ഒരു വിഷമം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഓക്കെ, ചിലപ്പോൾ ഒരു കള്ളപ്പരാതി ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കും, എന്നാൽ പോലും ആ ഒരു പെൺകുട്ടി പറയുമ്പോൾ എന്താണ് എന്ന് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും